ഹായ് മക്കളെ, രാഹുൽ സാറാണ്. സോ നമുക്കിന്ന് നമ്മുടെ +2 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് കപ്പാസിറ്റൻസ് എന്നും അതേപോലെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന കാര്യവും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇലക്ട്രിക് ചാർജ് അല്ലേ, ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുക. ദ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ് ഈസ് കോൾഡ് ആസ് കപ്പാസിറ്റൻസ്. ഓക്കെ, കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ C is equal to Q/V ആണ്. എന്താണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ? C is equal to Q/V ആണ്. Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചാർജ് ആണ്. അതേപോലെ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്. അതേപോലെ C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് ആണ്. ഏതൊരു ഇക്വേഷൻ പഠിക്കുമ്പോഴും ടേംസ് കൃത്യമാക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. കപ്പാസിറ്റൻസിന് 2 യൂണിറ്റുകളാണ് ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളം പെർ വോൾട്ട് ആണ്. എന്തുകൊണ്ടാണ് കൂളം പെർ വോൾട്ട് വരാനുള്ള കാരണം? C is equal to Q/V ആണ് അല്ലേ. സോ Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, അതിന്റെ യൂണിറ്റ് ആണ് കൂളംബ്. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്, അതിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. സോ അതുകൊണ്ടാണ് എന്ത് വരാൻ, കൂളം പെർ വോൾട്ട് എന്നുള്ളൊരു യൂണിറ്റ് വന്നിരിക്കുന്നത്. മറ്റൊരു യൂണിറ്റ് ആണ് ഫാരഡ്. ഫാരഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്കൽ ഫാരഡി ഇല്ലേ, മൈക്കൽ ഫാരഡിനുള്ള ആദരപൂർവ്വം നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ഫാരഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവാണ് കപ്പാസിറ്റൻസ്. അങ്ങനെ ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റർ. സോ ദ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ് ഈസ് കോൾഡ് ആസ് കപ്പാസിറ്റർ. ഓക്കെ, സോ അതാണ് കപ്പാസിറ്റൻസിന്റെ സെഷനിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേഷൻ നോക്കാം. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാം പേപ്പറിന് നോക്കുമ്പോൾ മിക്കവാറും ഓൾമോസ്റ്റ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഡെറിവേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 പാരലൽ പ്ലേറ്റ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റ് P1 ഉം ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റ് P2 ഉം. ഈ 2 പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ d ആണ്. ഓക്കെ, ഈ 2 പ്ലേറ്റുകളുടെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്. ക്യാപിറ്റൽ ലെറ്റർ A ആണ് ഇവരുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ഈ 2 പ്ലേറ്റുകൾക്കും ഒരേ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് ഉള്ളത്. പോസിറ്റീവ് പ്ലേറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പോസിറ്റീവ് സിഗ്മയും നെഗറ്റീവ് പ്ലേറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി നെഗറ്റീവ് സിഗ്മയും ആണ്. ഓക്കെ, അതേപോലെ ഈ 2 പ്ലേറ്റുകളുടെയും ഇടയിലുള്ള ഈ ഒരു ഏരിയയില്ലേ, ആ ഏരിയയിൽ എയർ ആണുള്ളത് കേട്ടോ. ഈ പ്ലേറ്റുകളുടെ ഇടയിലുള്ള മീഡിയം എന്ന് പറഞ്ഞാൽ എയർ ആണ്. നമുക്കറിയാം എയറിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ε0 ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, 2 പ്ലേറ്റുകൾ, ഒരു പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും എടുത്താൽ അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ σ/ε0 ആണ്. എന്താണ്, σ/ε0 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഡെറിവേഷന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ സെന്റൻസ് ആയിട്ട് അത് എഴുതി വയ്ക്കുക. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ടേംസ് എങ്കിലും, ഇവിടെ ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ടേംസ് ഇല്ലേ, അതെല്ലാം എടുത്ത് എഴുതിയിട്ട് വേണം ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, സോ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ്. സോ നമുക്കറിയാം എന്താണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ C is equal to Q/V ആണ്, ചാർജ് ബൈ പൊട്ടൻഷ്യൽ ആണ്. സോ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചാർജിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും, അതിനുശേഷം പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. രണ്ടും എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും, നമുക്ക് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ചാർജിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി? സിഗ്മയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q/A ആണ്, ചാർജ് ബൈ ഏരിയ ആണ്. സോ ഈ താഴെയുള്ള ഏരിയ ഇങ്ങടേക്ക് എടുത്താൽ അത് ഇൻറ്റു ആവും. സോ നമുക്ക് ചാർജിന്റെ ഇക്വേഷൻ കിട്ടും Q is equal to sigma A. സോ അവിടുത്തെ ചാർജിന്റെ ഇക്വേഷൻ എന്താണ് വരിക, നമുക്ക് Q is equal to sigma A എന്ന് കിട്ടും. സോ Qന്റെ ഇക്വേഷൻ കിട്ടി, ആദ്യത്തെ ആൾ ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം, രണ്ടാമത്തെ ആള് പൊട്ടൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം.
സോ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ? V is equal to ED എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. V is equal to ED. അവിടെ E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസുമാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ സാധാരണ ഇടിയിലെ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഹൈ വോൾട്ടേജ് ഇടിപ്പടങ്ങൾ എന്നൊക്കെ പറയാറില്ലേ. സോ ഇവിടെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടിയാണ്, അല്ലെങ്കിൽ E ഇൻറ്റു ഡി ആണെന്ന് ഓർത്ത് വയ്ക്കുക. സോ നമുക്ക് എഴുതാം ഇവിടുത്തെ പൊട്ടൻഷ്യൽ V is equal to എന്താണ്? E ഇൻറ്റു ഡി ആണ്. ഓക്കെ, ഇനി മക്കളൊന്നും ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് അല്ലേ. സോ അത് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. സോ ഇവിടെ ഈ ഇക്ക് പകരം എന്ത് ചെയ്യാം? സിഗ്മ ബൈ എപ്സിലോൺ 0 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും? V is equal to സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് വരും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു നമ്മുടെ ഡെറിവേഷനിലെ മെയിൻ സ്റ്റെപ്പുകൾ കഴിഞ്ഞു. സോ നമുക്ക് ക്യൂവിന്റെ ഇക്വേഷനും കിട്ടി, അതേപോലെ തന്നെ വിയുടെ ഇക്വേഷനും കിട്ടി. ഇനി ഇത് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C is equal to Q by V ആണ്. ക്യൂവിന് പകരം സിഗ്മ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിക്ക് പകരം സിഗ്മ ബൈ എപ്സിലോൺ 0 ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്യൂവിന് പകരം നമ്മൾ സിഗ്മ എ കൊടുത്തു, വിക്ക് പകരം സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആരെങ്കിലും വെട്ടിപ്പോവും? നോക്കിയേ, ആരൊക്കെ വെട്ടിപ്പോവും? ഈ വൈറ്റ് കളറുള്ള സിഗ്മയും ക്യാൻസൽ ആയി പോവും. ബാക്കി ഇവിടെ ഒരു എ ഉണ്ട്, അത് അതേപോലെ എടുത്തെഴുതി. ഇവിടെ എന്തുണ്ട്? ഡി ബൈ എപ്സിലോൺ 0 ഉണ്ട്, അതും എടുത്തെഴുതി. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കിയാൽ അപ്പോൾ എ ബൈ ഡി ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. സോ താഴെ ഫ്രാക്ഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ, മറിച്ചിട്ട് ഗുണിക്കണം. സോ ഈ താഴെയുള്ള എപ്സിലോൺ 0 മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ കിട്ടും. സി എയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് വരും അല്ലെ. ഈ താഴെയുള്ള എപ്സിലോൺ 0 നമ്മൾ മുകളിലേക്ക് എടുത്തപ്പോൾ സി എയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് വരും. ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ട്ടോ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ് സി എയർ is equal to epsilon 0 a by d. ഇനി നമ്മൾ എന്തുകൊണ്ട് ഇവിടെ എയർ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നോക്കിയേ, ഈ രണ്ട് പാരലൽ പ്ലേറ്റിന്റെയും ഇടയിലുള്ള മീഡിയം എന്ന് പറയുന്നത് എന്താണ്? എയർ ആണ് അല്ലേ. സോ ഈ ഇടയിലുള്ള മീഡിയം എയർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? സി എയർ എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ കപ്പാസിറ്റൻസ് ഓഫ് ആൻ എയർ കോൾഡ് കപ്പാസിറ്റർ എത്രയാണ്? എപ്സിലോൺ 0 a by d ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിൽ എയർ വരുമ്പോഴുള്ള കപ്പാസിറ്റൻസിന് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് സി എയർ ഇസ് ഈക്വൽ ടു എന്താണ്? എപ്സിലോൺ 0 എ ബൈ ഡി ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിൽ നിന്ന് എയർ മാറ്റിയിട്ട് അവിടെ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഇറക്കി വെക്കുകയാണ്. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ, ഇൻസുലേറ്റർ എന്ന് നമ്മൾ കേട്ടിട്ടില്ല. എന്താണ്? ഇലക്ട്രിസിറ്റിനെ കടത്തി വിടാത്ത ആൾക്കാരാണ് ഇൻസുലേറ്റർ. സോ ഈ ഇൻസുലേറ്ററിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈഇലക്ട്രിക്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിലിട്ട് ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഇറക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരും, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എയർ ആയിരുന്നപ്പോൾ എയറിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ 0 ആയിരുന്നു. പക്ഷേ ഡൈഇലക്ട്രിക് ആവുമ്പോൾ പെർമിറ്റിവിറ്റി മാറി. എന്താണ്? ആ ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി നമ്മൾ എപ്സിലോൺ ആയിട്ട് വേണം എടുക്കാനായിട്ട്. ഓക്കെ ആണോ? സോ ഇഫ് എ ഡൈഇലക്ട്രിക് മീഡിയം ഓഫ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? പെർമിറ്റിവിറ്റി എപ്സിലോൺ ഉള്ള ഒരു ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് മാറ്റം വരും? എയർ ആയിരുന്നപ്പോൾ എപ്സിലോൺ 0 ആയിരുന്നു, ഡൈഇലക്ട്രിക് ആയപ്പോൾ എപ്സിലോൺ 0 മാറിയിട്ട് എന്ത് വരണം? എപ്സിലോൺ വരണം. സോ നമുക്ക് എഴുതാം സി ഡൈഇലക്ട്രിക് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് സി ഡൈഇലക്ട്രിക് എന്ന് എഴുതിയിരിക്കുന്നത്? എയർ മാറി ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താ? ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിലുള്ള മീഡിയം എന്താണ്? ഡൈഇലക്ട്രിക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സി ഡൈഇലക്ട്രിക് എന്ന് എഴുതുന്നത്. അതിന്റെ ഇക്വേഷൻ ആവുമ്പോൾ എപ്സിലോൺ 0 മാറിയിട്ട് എന്ത് വന്നം? എപ്സിലോൺ വന്നം. ഡൈഇലക്ട്രിക്കിന്റെ പെർമിറ്റിവിറ്റി വന്നം. സോ എപ്സിലോൺ എ ബൈ ഡി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇക്വേഷൻ. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇക്വേഷൻ? എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണ് അല്ലേ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇനി എനിക്ക് എപ്സിലോണിന്റെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ താഴെയുള്ള എപ്സിലോൺ 0 ഇങ്ങോട്ട് എടുത്താൽ അത് ഇൻറ്റു ആവും. സോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് എഴുതാം. ഓക്കെ, സോ എനിക്ക് എപ്സിലോണിന്റെ മറ്റൊരു ഇക്വേഷൻ കിട്ടി, എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 ആണ്. സോ ഇവിടെ ഈ എപ്സിലോണ് പകരം എന്ത് ചെയ്യാം? ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി ഡൈഇലക്ട്രിക് ഇസ് ഈക്വൽ ടു എന്ത് വരും? എപ്സിലോണിന് പകരം എപ്സിലോൺ ആർ എപ്സിലോൺ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബാക്കി എ ബൈ ഡി അതേപോലെ എഴുതി. സോ സി ഡൈഇലക്ട്രിക്കിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് എപ്സിലോൺ ആർ എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആറിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, യെസ്. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആറിന് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ എന്നാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കോമൺലി റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ള ടേം എപ്സിലോൺ ആർ യൂസ് ചെയ്യില്ല, പകരം ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ എന്നുള്ള ടേം ആയിരിക്കും യൂസ് ചെയ്യുക. സോ എപ്സിലോൺ ആറിന് നമുക്ക് എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? കെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തൊരു ഇക്വേഷൻ നിങ്ങൾ നോക്കിയേ, ഈ എപ്സിലോൺ ആറിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പോവാണ്? കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇക്വേഷൻ എന്ത് വന്നു? ഈ എപ്സിലോൺ ആറിന് പകരം കെ വന്നു, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ എപ്സിലോൺ 0 a by d എന്ന് വരും. സോ സി ഡൈഇലക്ട്രിക്കിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് കെ ഇൻറ്റു എപ്സിലോൺ 0 a by d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, എപ്സിലോൺ 0 a by d എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ 0 a by d എന്ന് പറഞ്ഞാൽ സി എയർ ആണ്. സോ ഇവിടെയുള്ള എപ്സിലോൺ 0 a by d ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? സി എയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സി ഡൈഇലക്ട്രിക് ഇസ് ഈക്വൽ ടു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഇൻറ്റു സി എയർ എന്ന് വരും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് നമുക്ക് എന്താ മനസ്സിലാവാം? ഒരു ഡൈഇലക്ട്രിക് നമ്മൾ എന്ത് ചെയ്തു? ഈ പ്ലേറ്റിന്റെ ഇടയിലുള്ള എയറിനെ മാറ്റിയിട്ട് ഒരു ഡൈഇലക്ട്രിക് വെക്കുമ്പോൾ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? കെ ടൈംസ് ഇൻക്രീസ് ചെയ്തു. കണ്ട, എയർ ഉള്ളപ്പോൾ കപ്പാസിറ്റൻസ് ആണ് സി എയർ, അതിനേക്കാളും എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തു? കെ ടൈംസ് അവിടുത്തെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്തു. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്താണ്? ഒരു പ്ലേറ്റിന്റെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയിൽ ഡൈഇലക്ട്രിക് വെച്ചാൽ അവിടുത്തെ കപ്പാസിറ്റൻസ് കെ ടൈംസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ്, മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. എക്സാമിന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ കണ്ട 2 സെഷൻസും ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെക്കണം. സോ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.